അച്ഛൻ്റെ യൂണിഫോം ഒന്ന് കുതിർത്ത് വെക്കണേ. എന്തുവാ ലെഗ് സ്ലിപ്പിലെ ബീഫ് കൊള്ളത്തില്ല, അതിന് വാങ്ങിക്കണ്ട കേട്ടോ. മലയാളിക്കടെ ചേന ഉണ്ടോന്നൊന്ന് നോക്കണേ. 4 യൂറോ ഒരു ചെറിയ കഷ്ണത്തിന്. അത് സാരമില്ല. അച്ഛൻ എന്റെ യൂണിഫോമിന്റെ കാര്യം പറഞ്ഞ കേട്ടോ. അത് നീ ഇപ്പൊ രാവിലെ അത് മറ്റേ ഡ്രസ്സൊക്കെ ഇട്ടപ്പോ അങ്ങ് ഇടാൻ മേലായിരുന്നോ? അത് കളയടാ, വൈറ്റ് മാത്രം ഇടാനായിട്ടുള്ളതില്ല. ഒരു 10 മിനിറ്റ് ഒന്ന് കൂത്ത് വെച്ച് കൈ കൊണ്ടൊന്ന് തിരുമ്മി ഇട്ടാ മതി. ഇന്ന് അപ്പൂന്റെ സ്കൂളിലെ ടീച്ചറിനെ കണ്ട കാര്യം പറയേണ്ട ദിവസമാണ്. ഇവിടെ എല്ലാം നേരത്തെ പറയണം, അല്ലെ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഉള്ള ഇംഗ്ലീഷൊക്കെ വെച്ചൊക്കെ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കൊച്ചു പറഞ്ഞോളൂ. അച്ഛനൊന്ന് അടുത്ത് നിന്നേച്ചാ മതി. പിന്നെ അപ്പൂന് ആ കഫ് സിറപ്പ് ഒന്ന് കൊടുക്കണേ. ഇനി ചിലപ്പോ ലാൻഡ് ലോഡ് വരുവേ. ലിസ്റ്റ് തീർന്നില്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അച്ചായ ഒരു കാര്യം ചെയ്യ്, നാളെ മുതൽ മാഡം തന്നെ ഒരു ലിസ്റ്റ് ഇട്ടതാ. பெரிய உலகினிலே உள்ளுக்குள்ளே ஒரு சிறிய உலகிருக்கு. ഹലോ, സ്ക്രിപ്റ്റ് തറവാണോ? എങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. നിൽക്ക് ശ്രദ്ധിച്ച് കേട്ടോളൂ. ആക്ടേഴ്സ് കുറച്ച് പേരുണ്ട്, എല്ലാവരും അവരവരുടെ സ്ക്രിപ്റ്റ് ഫോളോ ചെയ്യുന്നു. നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സീനിലുള്ളവരെല്ലാം നിങ്ങളെ അപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടാവണമെന്നില്ല. നിങ്ങളുടെ സ്ക്രിപ്റ്റിലില്ലാത്തവരും ചിലപ്പോൾ നിങ്ങളുടെ സീനിൽ വന്നേക്കാം. സീൻ ഡെവലപ്പ് ചെയ്യുന്ന ശ്രദ്ധിച്ചിരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ സ്ക്രിപ്റ്റിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ ഡയലോഗ് പറഞ്ഞേക്കാം. മനസ്സിലായോ? നിങ്ങൾക്ക് കിട്ടിയ സ്ക്രിപ്റ്റിലെ സീൻ വന്നില്ലെങ്കിൽ നിങ്ങൾ ഡയലോഗ് പറയണ്ട, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഓക്കെ. Today's discussion is about hybridity. How can you become a hybrid? How can you integrate opposites in you? Make the East meet West. How can you make your East face West?
Fact bridge fiction. Real engage fake. Hybrids are always superior. ഗ്ലോബലിസം, ഇൻ്റഗ്രേഷൻ, ഇതൊക്കെയാണ് വാക്ക്. ഒരുമാതിരി എന്താ പറയുക. ഈ എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ഐറിഷ് പെൺകുട്ടി 5 വയസ്സ് പ്രായം രാവിലെ സ്കൂളിൽ പോകാൻ ഇറങ്ങുമ്പം എന്നെ കാണും. ഒരു സെക്കൻഡ് ഹലോ പറയണോ, ചിരിക്കണോ, അതോ തിരിച്ച് വീട്ടിലേക്ക് കയറി പോകണോ എന്നൊരു ആശയക്കുഴപ്പമാണ് കൊച്ചിന്. മുഖം വെട്ടിച്ചങ്ങ് നിൽക്കും. എല്ലാവരും എത്തിച്ചേരേണ്ട ഒരു തലമുണ്ട്. പക്ഷേ എത്തിച്ചേരണമെങ്കിൽ ആദ്യം പുറപ്പെടണമല്ലോ. വീട് വിട്ട് ഇറങ്ങണം. ശീലിച്ചത് കുറെയൊക്കെ മറക്കണം. കാര്യങ്ങൾ കുറേ ഉണ്ട് ഇങ്ങനെ. ഈ 14 വയസ്സുകാരി ഗർഭിണിയാന്നൊക്കെ പറഞ്ഞ ഇവിടെ ഒരു സാധാരണ സംഭവം. സ്ക്രിപ്റ്റ് തന്നെ പലർക്കും പലതരത്തില്ല. അത് ശ്രദ്ധിച്ചോ? ഇതിന്റെ അവസാന രൂപമൊന്നും പുള്ളി ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല കേട്ടോ. ഓബി സ്ക്രിപ്റ്റ് ഒക്കെ പഠിച്ചോ? ഡയലോഗൊന്നുമില്ല. എന്തൊക്കെയോ ഗുലുമാലുണ്ട് കേട്ടോ. നമുക്കൊന്നും അറിയാൻ പാടില്ലാത്ത ആരാണ്ടൊക്കെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. നമ്മോട് പറഞ്ഞ നമ്മളങ്ങ് ചെയ്താൽ മതി. എന്നാലും ഒരുമാതിരി മനുഷ്യനെ വട്ടാക്കുന്ന പോലെയോ. അത് ഷാജിയല്ലേ? ഇത് ഫാമിലി ഉണ്ടല്ലോ കൂടെ. എന്താ ഇവിടെ? അത് കാര്യമുണ്ട്. കുറച്ചാളത്തെ മറ്റേ പയ്യനായിട്ട് വലിയ ദോസ്തിയാ. അതോ ശരി. അപ്പൊ അതിന് പണി കിട്ടിക്കോളൂ അധികം താമസിക്കാതെ. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോയി ചാടരുതെന്ന് ഞാൻ അവനോട് പല പ്രാവശ്യം പറഞ്ഞതാ. അവിടുത്തെ എസ് ഐ എങ്ങനെയുണ്ട്? നീ അശോകനെ വിളിച്ച് കാര്യം പറഞ്ഞോ? ആ എന്നിട്ട് പുള്ളിയല്ലേ പറഞ്ഞു? ഓക്കെ ഓക്കെ. ശരി ശരി. ഇവനൊക്കെ വേണ്ടി നമ്മൾ തല്ലുകൊണ്ട് വെറുതെ അല്ലോ ഇപ്പൊ. ആ പൂപ്പാല സജിയോ? ഞാൻ അവനെ വിളിക്കാമെന്നാ. നിങ്ങൾ മറ്റേ കാര്യം നോക്കുന്നേ. ഞാനെങ്ങനെ ഉണ്ടായിരിക്കണമായിരുന്നു അവിടെ. Merry Christmas from Drinking Chops. Afu. What? Can you act? What? I said, can you act? Act. You know, act in a film, in a drama. Yes, I can act. So you can act. Mm-hmm. What? Well, act like what? What can you do? What do you want me to do? Well, what do I want you to do? Oh, no, it's okay, listen. Take your phone. ഹലോ. ഇല്ല 2 ക്യാമറ നടക്കുന്നത്. ശരി, ഓക്കെ. സോറി. അപ്പു. What?
അതിപ്പോ വാങ്ങിക്കാത്തവരാരാ? എല്ലാരും വാങ്ങിച്ചിട്ടില്ലേ? എന്തിനാ വാങ്ങിക്കുന്ന കാര്യം ചിന്തിക്കുന്നില്ല. സ്ഥിരമായിട്ട് നിൽക്കാൻ ഇവിടെ എത്ര പേർക്ക് ഉദ്ദേശം ഉണ്ടാവും? അതിപ്പോ തിരിച്ചു പോകണം തന്നെ എല്ലാവർക്കും അല്ലേ? ആർക്കെങ്കിലും ഇവിടെ നിൽക്കാൻ ഉദ്ദേശം ഉണ്ടാവും. പറയട്ടെ, ഈ വാങ്ങിച്ചു കൂട്ടുന്നൊക്കെ ആർക്കെങ്കിലും ഉപകാരത്തിൽ വരണമെന്ന് ചിന്തിക്കുന്നവർ വാങ്ങൽ നിർത്തും. എന്തുകൊണ്ട് ഉപകാരത്തിൽ വന്നുകൂടാ? എന്താ തിരിച്ചുകൊണ്ടുവരാൻ പറ്റത്തില്ലേ? അടുത്ത ജനറേഷനെ പറ്റി ചിന്തിച്ചാണല്ലോ നമ്മൾ ഇത് നീ ചെയ്യുന്നത്. മേടിച്ചിട്ടില്ലേ? നമ്മുടെ എടാ, നീ ഇത് പറ, നീ കുട്ടികൾക്ക് മേടിച്ചിട്ടുണ്ടോ? ഞാൻ മേടിച്ചില്ലെന്ന് ആ, പറഞ്ഞു. എന്നാ അത് പറ. ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ലെന്ന്. ഞാൻ എന്താ പറഞ്ഞെന്നു വെച്ചാല്, പൊന്നു മനുഷ്യ പൊട്ടിച്ചേരാൻ നിർത്ത്. ഒരു 10 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നാട്ടിലെ റൂൾസ് ഒക്കെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആവും. എവിടെ? അതൊരു കാര്യം പറയട്ടെ, സ്വിറ്റ്സർലൻഡിൽ ഒരാൾ നാട്ടിൽ നിന്ന് സ്ഥലമൊക്കെ വിറ്റ് ഇങ്ങോട്ട് പൈസ കൊണ്ടുവരണം. ഇങ്ങോട്ടല്ല, സ്വിറ്റ്സർലൻഡിലേക്ക്. ഇങ്ങോട്ട് എന്തിനാ കൊണ്ടുവരണം? എന്നിട്ട് 40% ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. അതായത് പകുതി അവിടെ കൊടുത്തിട്ടേ ബാക്കി കൊണ്ടുവരാൻ നോക്കൂ. എന്നാ പറ്റി? എന്തെങ്കിലും പറ്റിയോ? നീ ഇത് എവിടെ നോക്കിയാണ് ഈ കോപ്പ് പിടിക്കുന്നത്? എന്തെങ്കിലും പറ്റിയോ? പെട്ടെന്ന് പിടിച്ചു പറ്റിയില്ല. അതിനൊന്നും പറ്റിയില്ലല്ലോ. അത് ഇയാളാണോ തീരുമാനിക്കാൻ പറ്റില്ലെന്നോ? ഇതിനകത്ത് സാധനത്തിന് എന്തെങ്കിലും കുഴപ്പം? വലിയ സാധനം സീൻ അലസിപ്പോയല്ലോ. നമുക്ക് ഒന്നുകൂടെ തുടങ്ങാം. വാങ്ങിച്ചിട്ട് ഒരാഴ്ച ആയിരുന്നു. പൈസ മുടക്കുന്നവർക്കല്ലേ ഇത് അറിയത്തുള്ളൂ. എല്ലാവരും ഹീറോ ആയാൽ മതി. ജോഷി കുറച്ചും കൂടി ഇങ്ങോട്ട് ചേർന്നിരുന്നേ. അതെ, ആളുകളെ കൺഫ്യൂസ് ചെയ്തുകൊണ്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് സംഭവം. നിങ്ങൾ ആരും അഭിനയിക്കൊന്നും വേണ്ട. നിങ്ങൾ ആരാണോ ആളായി തന്നെ ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ആദ്യം മുതൽ തുടങ്ങണം. ബ്രേക്ക് ഔട്ട് തുടങ്ങിയാൽ പോരെ? 40% ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. അതായത് പകുതി അവിടെ കൊടുത്തിട്ടേ ബാക്കി കൊണ്ടുവരാൻ നോക്കൂ. അതിലും ഭേദം ബന്ധുക്കൾക്ക് കൊടുക്കാം. അവസാനം അതേ ഉണ്ടാവും. ഇവിടെ കിടന്ന് ഉണ്ടാക്കുന്ന മുഴുവൻ നാട്ടിൽ പോയി സ്ഥലവും ഫ്ലാറ്റും ഒക്കെ വാങ്ങിച്ച് അവസാനം അത് സ്വന്തം മക്കൾക്ക് പോലും ഉപകാരത്തിൽ വരത്തില്ല. അതിന് സ്ഥിരമായിട്ട് എന്നാലേ ഇടവേ. ഇവിടെ ആരും സ്ഥിരമായിട്ട് നിൽക്കാൻ പോകുന്നു? എത്ര പേര് പോയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട്? എത്ര പേര് വേണം? പുള്ളി പഠിക്കുന്നു. അത് സമയം പോകുന്നേ. അയർലൻഡ് മലയാളികൾ എത്ര വർഷമായി? എത്ര വർഷമായിരുന്നു താമസം തുടങ്ങിട്ടോ? ശരിക്കും തെളിച്ച് പറഞ്ഞു. അയർലൻഡിൽ മലയാളികൾ എത്തിയിട്ട് എത്ര നാളായെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. അതേ കേക്ക്. ഇവിടെ എനിക്ക് ബാക്കി എല്ലാവർക്കും മനസ്സിലായി. ഇവന് മാത്രം മനസ്സിലായെങ്കിൽ ഇത് മറ്റേ പറയും. നിങ്ങൾ എന്ത് പറയുന്നു? എന്തോന്നു? ഞാൻ സ്ക്രിപ്റ്റിലുള്ളതാണോ? അതെ, ഡയറക്ടർ പറഞ്ഞിട്ടാ. അവരവരുടെ പാട്ടിനെ പറ്റി മാത്രം ഓർത്ത് പറയിടാൻ മതി കേട്ടോ. ഓക്കെ, ശരി. എന്താണ് പറയാനുള്ളത്? അതെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അതെന്താന്ന് വെച്ചാലേ, എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാലേ. എന്താണെന്ന് പറ മാഷേ. അതെന്താന്ന് വെച്ചാലേ, ഡയലോഗ് മറന്നു. ആ കിട്ടി. അതെന്താന്ന് വെച്ചാലേ, നമ്മുടെ പിള്ളേർ അരീക്ഷരാവോ, തൊലി വെളുക്കൂ? ഏതായാലും തൊലി വെളുക്കത്തൊന്നുമില്ലല്ലോ. എന്തൊക്കെയാ പറയുന്നത്? ചേടാ, ഇനി ഞാനെന്ത് ചെയ്യാനാ? എന്നോട് പറഞ്ഞ പോലെയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ട് എഴുതി ആളോട് പറ.
ഞങ്ങൾ ചുമ്മാ വന്ന ഷൂട്ടിംഗ് ഒക്കെ ഒന്ന് കാണാമെന്ന് വെച്ചു. നിങ്ങളൊരു വാർത്ത കേട്ടായിരുന്നോ? ബ്രേയിലെ ഒരു മലയാളി കൊച്ച് പ്രഗ്നന്റ് ആയെന്ന്. 14 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പറഞ്ഞു ടീനയാ പറഞ്ഞ്. ടീന അറിയുന്ന ഫാമിലിയാ. എന്നാ സംഭവിച്ചിട്ട് എത്ര നാളായി? അതറിയത്തില്ല. ആരാ പയ്യനാരാ? അതേതേലും അയൽക്കാരൻ ചെറുക്കനാക്കി ഉറപ്പല്ലേ? അതാന്നാ പറഞ്ഞേ. നീ അപ്പൊ എന്ത് ചെയ്യാനാ പരിപാടി അവര്? നാട്ടിൽ പോവാന്നാ കേട്ടെ. നിർത്തി നാട്ടിൽ പോവാന്നും കേട്ടു. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയത്തില്ല. ഞങ്ങളോട് പറഞ്ഞ ആൾക്ക് ഇത്രേ അറിയത്തുള്ളൂ. ഇവിടെ ഇങ്ങനെ അപർഷമൊന്നും പറ്റത്തില്ലല്ലോ. പക്ഷെ നിർത്തി നാട്ടിൽ പോയിട്ട് എന്നാ ചെയ്യാനായിട്ടാ? പെൺപിള്ളേരായ കുറച്ച് മാതാപിതാക്കള് സൂക്ഷിക്കണം. ഗ്ലോബലിസം സായിപ്പിന്റെ പക്ഷെ ഇതൊക്കെ ഇവിടുത്തെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ. ഇങ്ങനെയുള്ളവരൊന്നും ഇങ്ങോട്ട് പോരല്ലോ. അങ്ങനെ പറഞ്ഞാൽ ശരിയാകത്തില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? എന്ത് ശരിയാകത്തില്ല? അല്ല, ഇയാളിപ്പോ പറഞ്ഞില്ലേ നമ്മളിവിടെ വന്നിരിക്കുന്നത് പൈസ ഉണ്ടാക്കാനാ. എന്നാ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അതുകൊണ്ടെന്താ നമ്മൾ എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക. എന്നിട്ടെന്തോ ഇയാളെന്തോ ഈ പറയുന്നേ? എന്തിനാ പൈസ ഉണ്ടാക്കുന്നതെന്ന് പറയാം മനുഷ്യൻ. നമ്മൾ എവിടെ പോയാലും അച്ചാറും പപ്പടം കൂട്ടിയെ കഴിക്കുമെന്ന് നിർബന്ധം പിടിക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല. കുറച്ചൊക്കെ നമ്മളെ ഇവിടുത്തെ സംസ്കാരം ശീലിക്കണമെന്ന്. ഇന്നലെ ടി വിയിൽ ഒരു പ്രോഗ്രാം കണ്ടു. ഇവിടെ ഫിനഗൽ പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നത് ഇന്റർ കൾച്ചറിസമാണ്. പക്ഷെ നമുക്ക് വേണ്ടത് മൾട്ടി കൾച്ചറിസമാണ്. ഞങ്ങൾ വെറുതെ പറഞ്ഞതാ നിങ്ങളെ ഒന്ന് ചൂട് പിടിപ്പിക്കാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ നമ്മള് അവയറായിരിക്കണം. നമുക്ക് ഒരുപാട് സാധ്യതകളൊന്നുമില്ല. UK ആകുമ്പോൾ ഒരുപാട് പഴയ മലയാളികളുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാൻ ഒരുപാടുണ്ട്. ഈ 14 വയസ്സുകാരി ഗർഭിണിയായി എന്നൊക്കെ പറഞ്ഞ ഇവിടെ ഒരു സാധാരണ സംഭവമാണ്. സാധാരണ സംഭവം? നിനക്ക് പെൺമക്കളുണ്ടോ? ഇല്ല. ആ പെൺമക്കളുള്ളവർക്ക് ഇതിന്റെ ഇതറിയത്തുള്ളൂ. അവർക്ക് ഇത് സാധാരണ സംഭവമല്ല. സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ എന്റെ വേരെടുത്തിട്ടല്ല നാട്ടിൽ നിന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വേര് പിടിക്കാനും ബുദ്ധിമുട്ടാണ്. ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് നിന്നാലും നിന്നില്ലെങ്കിലും എന്റെ കുട്ടികൾ ഇംഗ്ലീഷുകാരോ ഐറിഷുകാരോ ഗർഭിണികളോ ആരൊക്കെ ആയാൽ തന്നെയും എനിക്ക് മരിച്ച് മറ്റൊരാളായിട്ട് ഉയർത്താൻ നോക്കാൻ പറ്റുമോ? ഞങ്ങൾ ചുമ്മാ പറഞ്ഞതാ നിങ്ങളെ ഒന്ന് ചൂട് പിടിപ്പിക്കാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ നിങ്ങൾ അവയറായിരിക്കാൻ വേണ്ടിയാ. അത് ശരി. അപ്പൊ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലേ? ഇല്ലെന്നേ. ഇത് വളരെ മോശമായി പോയി കേട്ടോ. ഇങ്ങനെയാ ഓരോ കഥകൾ ഇവിടെ ഇറങ്ങുന്നത്. പിടിക്കാൻ പറ്റില്ല, കുറച്ച് തിരക്കായി പോയി. പിന്നെ ഞാൻ ആലോചിച്ചു, എനിക്ക് എത്ര കാലം ഇവിടെ നിന്ന് കാര്യങ്ങൾ നടത്താൻ പറ്റും? നിങ്ങളൊക്കെ കൂടി ഒരു പരിഹാരം കാണുന്നേ. എന്നെ നോക്കണ്ട. അങ്ങനൊന്നുമില്ല. ഞാൻ നോക്കിയപ്പം ശരീരം ഇവിടെയും എത്ര കാലം എന്ന് വെച്ചാൽ ഇവിടെയാണ് പിള്ളേരുടെയൊക്കെ മലയാളത്തിന് കൊഞ്ഞപ്പ് കൂടിക്കൂടി വരിക ഓരോ ദിവസം കഴിയുന്തോറും. എനിക്കാണെങ്കിൽ ആ ഇംഗ്ലീഷ് ഭാഷ അങ്ങോട്ട് ഒരു തരത്തിലും അങ്ങോട്ട് ശരിയാകുന്നില്ല. അത് വന്നു പോയില്ലേ. പിള്ളേരെ ഓർത്തിട്ടാ. ഞങ്ങളോട് പറയാൻ പറഞ്ഞിട്ടാ. ആരാ പറഞ്ഞു? ഇവര് സ്ക്രിപ്റ്റിലുള്ളതാ.
ദേ ഇവരെന്റെ സ്ക്രിപ്റ്റിലുണ്ട്. ഗ്ലോബലിസം ഹൈബ്രിഡിറ്റി എന്നൊക്കെ പറയുന്നത് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. ഗ്ലോബലിസം ഹൈബ്രിഡിറ്റി എന്നൊക്കെ പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളിൽ എത്ര പേർക്ക് ഇയാൾ ഈ പറയുന്ന പോലെ വീക്ഷണത്തിൽ മാറ്റം വരുത്താൻ പറ്റും? നാട്ടിലെ ഇടവഴിയിലൂടെ സൈക്കിളിൽ പോകുന്നതും ഇവിടെ മോട്ടോർ വേയിലൂടെ BMW 140 പോകുന്നതും ഒരേപോലെ ആസ്വദിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. എല്ലാവർക്കും ഒരു ചായ എടുക്കാം. ചാളക്കറിയും കപ്പക്കിഴങ്ങും കൂട്ടി വന്നുണ്ട്, കൂട്ടി വന്നുവാൻ കാശ് വേണ്ടേ മുത്തപ്പ. മുത്തപ്പ 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 മുത്തപ്പ. ചാളക്കറിയും കപ്പക്കിഴങ്ങും കൂട്ടി വന്നുണ്ട്, കൂട്ടി വന്നുവാൻ കാശ് വേണ്ടേ മുത്തപ്പ. കാശ് വേണമെങ്കിൽ പണിയുണ്ടാവണ്ടേ, പണിയില്ലല്ലോ മുത്തപ്പ. കാശ് വേണമെങ്കിൽ പണിയുണ്ടാവണ്ടേ, പണിയില്ലല്ലോ മുത്തപ്പ. പണികളെല്ലാം പഴയതാണെന്ന് പറയുന്നല്ലോ മുത്തപ്പ. പണികളെല്ലാം പഴയതാണെന്ന് പറയുന്നല്ലോ മുത്തപ്പ. പെരുത്ത ഭൂമിന്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു ചെറിയ ഭൂമിന്റെ, ആ ചെറിയ ഭൂമിയിലെ ഇത്തിരി പോന്ന മനുഷ്യന്മാർ വേഷം കെട്ടി വാക്കു പറഞ്ഞ് നടിച്ചു കാട്ടുന്നു, വേഷം നടിച്ചു കാട്ടുന്നു.